ബിബിൻ കുട്ടൻസ് വ്ളോഗ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലോ ഓഫ് അട്രാക്ഷനിൽ തന്നെ പറയുന്ന അഫർമേഷനെ കുറിച്ചാണ്. അഫർമേഷൻ എന്ന് പറയുമ്പോൾ ചിലർക്ക് ചിലപ്പോൾ ഒന്നും അറിയില്ലായിരിക്കും അഫർമേഷൻ എന്താണ്. അപ്പോൾ അഫർമേഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പിച്ച് പറയുന്ന ഒരു വാക്ക് നമ്മൾ പറയുമ്പോൾ നമ്മുടെ മനസ്സ് അത് ഓർമ്മിച്ച് വെക്കുന്നുണ്ട്. ഓരോ കാര്യങ്ങളും നമ്മുടെ സബ് കോൺഷ്യസ് മെമ്മറി അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡ് കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. നമ്മൾ ദേഷ്യത്തിൽ വിളിച്ച് പറയുന്ന കാര്യമായിക്കോട്ടെ, നമ്മൾ ചിന്തിക്കുന്ന കാര്യമായിക്കോട്ടെ, മറ്റുള്ളവർ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ, വായിക്കുന്ന കാര്യങ്ങൾ, എഴുതുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ ചെറുപ്പത്തിൽ നമ്മുടെ മനസ്സിൽ കയറിക്കൂടിയ കാര്യങ്ങൾ, നമ്മൾ പലതിനെ പറ്റിയും പഠിച്ചു വെച്ചിരിക്കുന്ന തെറ്റായ വിവരങ്ങൾ, തെറ്റിദ്ധാരണകളായിരിക്കും. ചിലപ്പം അങ്ങനെയല്ലായിരിക്കും അതിൻ്റെയൊക്കെ സത്യം. അപ്പോൾ ആളുകൾ നമ്മളെ പറഞ്ഞ് ധരിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെയും നമ്മുടെ മനസ്സിൽ ഉണ്ട്. അപ്പോൾ ഈ അഫർമേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു കാര്യം ആവർത്തിച്ച് പറയുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് റെക്കോർഡായിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം റെക്കോർഡിങ്ങുകളുടെ ഒരു ശേഖരത്തിൻ്റെ ഒരു സഞ്ചാരമാണ് നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ. ചില കാര്യങ്ങൾ നമുക്ക് ലോജിക്കുണ്ട്, ചില കാര്യങ്ങളിൽ ഒരു ലോജിക്കുമില്ല. ചിലപ്പോൾ യുക്തിയുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്കൊരു വിഡ്ഢിത്തരമായിട്ട് തോന്നാം, അല്ലെങ്കിൽ മണ്ടത്തരമായിട്ട് തോന്നാം. പക്ഷേ നമ്മൾ ലോജിക്കൊന്നും കൊടുക്കാതെ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് പല കാര്യങ്ങളിലും ഇതൊക്കെ സത്യമാണെന്ന് അവിചാരിതമായിട്ട് തെളിഞ്ഞ പല സംഭവങ്ങളുണ്ട്. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ അഫർമേഷനായിട്ട് ഇപ്പോൾ ഒരാൾ അയാളുടെ അതിയായ ആഗ്രഹമാണ് ഒരു ബൈക്ക് വാങ്ങണമെന്നുള്ളത്. ആ വ്യക്തി ഭയങ്കരമായിട്ട് ബൈക്ക് വാങ്ങാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ബൈക്കിൻ്റെ കളറും അതിൻ്റെ ഫാഷനും ആ കമ്പനിയുടെ പേരൊക്കെ അയാളുടെ മനസ്സിൽ ഒരുപാട് അയാൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് അയാൾ സോഷ്യൽ മീഡിയ എടുത്തപ്പോൾ അതേ നിറത്തിലുള്ള ബൈക്ക് ഒരാൾ ഓടിക്കുന്ന വീഡിയോ കാണാനിടയായത്. അപ്പോൾ അയാൾ മനസ്സിൽ ചിന്തിച്ച സാധനം തന്നെ അയാളുടെ മുന്നിലേക്ക് എത്തി. നമ്മൾ പറയും തേടിയ വള്ളി കാല് ചുറ്റി എന്ന് പറയുന്ന അനുഭവം. അതുപോലെ തന്നെ അയാൾ വീണ്ടും മനസ്സിൽ ഈ ഒരു ബൈക്ക് വാങ്ങണം എന്നുള്ള ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് റൂട്ടിലേക്ക് നോക്കുമ്പോൾ അതേ ബൈക്ക്, അയാൾ ഉദ്ദേശിച്ച ആ ബൈക്ക് അപ്പം തന്നെ മുന്നിലേക്ക് കിടന്നു. എന്നാൽ രാവിലെ തൊട്ടോ തലേന്നോ ഒക്കെ ആ വഴി യാത്ര ചെയ്തപ്പോൾ ആ ബൈക്ക് മുന്നിലേക്ക് വരുന്നില്ല. ഇനി ആ വ്യക്തി അന്ന് ഉറങ്ങാൻ നേരത്തെ സ്വപ്നത്തിൽ കാണുന്നു ഈ ബൈക്കിൽ അയാൾ യാത്ര ചെയ്യുന്നതായിട്ട്. അപ്പോൾ എപ്പോഴാണ് ഈ യാത്ര ചെയ്തത്? അങ്ങനെ ഒരു യാത്ര നടന്നിട്ടേ ഇല്ല. ഇയാളുടെ ചിന്തയാണ് ഒരു സിനിമ പോലെ റെക്കോർഡായിട്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമുക്ക് കാണിച്ചു തരികയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ സ്വപ്നം കണ്ട് ഒരു 2 വർഷം കഴിയുമ്പോൾ ആ വ്യക്തി സാമ്പത്തികമായി രക്ഷപ്പെട്ട് കഴിയുമ്പോൾ ഇതേ നിറത്തിലുള്ള ഇതേ കമ്പനിയുടെ ഒരു ബൈക്ക് വാങ്ങിച്ച് ഓടിക്കും. അപ്പോൾ ആ സ്വപ്നം നടന്ന്. പക്ഷെ നടക്കാത്ത സ്വപ്നങ്ങളുണ്ട്, നമുക്ക് യാതൊരു ബന്ധവുമില്ലാത്ത സ്വപ്നങ്ങളുണ്ട്, വേറെ ആർക്കൊക്കെയോ എന്തൊക്കെ സംഭവിക്കുന്ന സ്വപ്നങ്ങൾ നമ്മൾ കാണുന്നു. ഇതിൻ്റെ എല്ലാം മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ ആവർത്തിച്ച് ചിന്തിക്കുന്ന കാര്യം, നമ്മൾ ആവർത്തിച്ച് ചെയ്യുന്ന കാര്യം, നമ്മൾ ആവർത്തിച്ച് പറയുന്ന കാര്യങ്ങൾ, ഇതിനാകത്തുകയാണ് നമ്മുടെ ഇപ്പോഴത്തെ ജീവിതം. അത് നമ്മൾ മുമ്പ് എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്, എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്, എന്താണ് ചിന്തിച്ചുകൊണ്ടിരുന്നതിൻ്റെ ടോട്ടൽ ഒരു റിസൾട്ടാണ് ഇപ്പം നമ്മുടെ ഇപ്പോഴത്തെ ഈ വർത്തമാനകാലത്ത് നമ്മളിരുന്ന് ചെയ്യുന്ന പ്രവൃത്തിയും നമ്മുടെ അവസ്ഥയ്ക്കും മെയിൻ കാരണം. അപ്പം നമ്മൾ അഫർമേഷനിലൂടെ നമ്മൾ ഇതിൻ്റെ ഒരു സെറ്റിങ് മാറ്റി കൊടുക്കുക. അത് നമ്മുടെ ബ്രെയിനിന് ശരിക്കും അറിയില്ല എന്താണ് വേണ്ടതെന്ന്. അതിന് ഒരു തെളിവ് കൂടി പറയാം. ആദ്യം അഫർമേഷൻ എന്തെന്ന് വിശദീകരിച്ച ശേഷം. ഇപ്പോൾ അഫർമേഷൻ എന്ന് പറയുന്നത് ഒരാൾ വളരെ കട്ടിയായ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുറേ പാത്രം കഴുകുന്നത് തന്നെ ആയിക്കോട്ടെ, കഠിനമായ ആൾ പാത്രം കഴുകുകയാണ്. അപ്പോൾ പാത്രം കഴുകുന്നു, കൈകളിൽ വേദന എടുക്കുന്നു, തണുപ്പ്, പെരുപ്പ്, വെള്ളം വലിച്ചുകൊണ്ട് താഴേന്ന് കൊണ്ടുവരണം. അപ്പോൾ ഭയങ്കരമായ തോളിന് വേദന എടുക്കുകയാണ്. അപ്പം ആ വ്യക്തി ദിവസം കിടന്നുറങ്ങാൻ നേരത്ത് കാല്, കൈ, നടുവ് എല്ലാം വേദനിക്കുക, വിഷമത എടുത്തുകൊണ്ടേ ഇരിക്കുക, കഠിനമായ വിഷമത എടുത്തുകൊണ്ടിരിക്കുക, മുട്ടിന് വേദന ഒക്കെ എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആ വ്യക്തി പറയുകയാണ്, ഞാൻ ദിവസവും ഈ വെള്ളം കോരിയും പാത്രം കഴുകിയും സാധനങ്ങൾ കുനിഞ്ഞ് നിവർന്ന് എടുത്തും എനിക്ക് നടുവിന് വേദനയാണ്, എനിക്ക് പുറം വേദനയാണ്, എനിക്ക് കാലുവേദനയാണെന്നൊക്കെ പറയുകയാണ്. ആ വ്യക്തിക്ക് അപ്പം വേദന വർദ്ധിക്കുന്ന അനുഭവം തന്നെയാണ്, രാത്രി ഉറക്കവും കിട്ടുന്നില്ലെന്ന് കരുതുക. ഇതേ അവസ്ഥ വേറൊരാൾക്ക് വളരെ വ്യായാമമൊക്കെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള ഒരാളെന്ന് കരുതുക. ബോഡിയൊക്കെ ഒന്ന് ബിൽഡാക്കണം, പക്ഷേ അയാൾക്ക് ജിമ്മിലൊന്നും പോകാനുള്ള പണമോ കാര്യമോ സാഹചര്യമോ ഇല്ല. അപ്പോൾ അതേ വ്യക്തി ഈ വ്യായാമം ഇഷ്ടമുള്ള വ്യക്തി ഇതേ സ്ഥലത്ത് ജോലി ചെയ്യുമെന്ന് കരുതുക. ഇപ്പോൾ ഒരു ഹോട്ടലാണെന്ന് കരുതുക. രണ്ടാമത്തെ വ്യക്തിയുടെ അതേ മുറി തന്നെയാണ് ഇയാൾ ഉറങ്ങുന്നതെന്ന് കരുതുക. ഈ വ്യക്തി രാവിലെ തന്നെ പാത്രങ്ങളൊക്കെ കഴുകുന്നു, വെള്ളം വലിച്ചുകൊണ്ട് വരുന്നത് സ്പോർട്സ്മാൻ സ്പെറ്റിലാണ് ഇയാൾ എടുത്തിരിക്കുന്നത്. വെള്ളം വലിച്ചിങ്ങനെ കോരുകയാണ്.
ആ കോരുന്നത് ഇയാളൊരു വ്യായാമമായിട്ട് അയാളുടെ ശരീരം വീർക്കുന്നതായിട്ടും മസിൽ ഡെവലപ്പ് ചെയ്യുന്നതായിട്ടും അവിടെ ചിന്തിക്കുന്നു. വെള്ളം വലിച്ചെടുക്കുമ്പോൾ വളരെ കൈക്ക് കരുത്ത് കിട്ടുന്നതായിട്ട് ചിന്തിച്ചാണ് അയാൾ ഇത് കൊണ്ടിരുന്നത്. അപ്പോൾ അയാൾക്ക് ദിവസം പാത്രമൊക്കെ ഇരുന്ന് കഴുകുമ്പോൾ വലിയൊരു മൽപ്പിടുത്തം കഴിഞ്ഞ ഒരു ഒരു ആത്മനിർവൃതി ഈ വ്യക്തിക്ക് കിട്ടുക. പതിയെ 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 ഇയാളുടെ ആരോഗ്യം മെച്ചപ്പെടുന്നു. പക്ഷേ മറ്റേ ആൾ ഡെയിലി ഇത് കട്ടിയായ പണിയാണെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വ്യക്തിക്ക് ശരീരം ഡാമേജ് ആവുകയും ഒരേ ജോലി തന്നെയാണ് ഇവർ ചെയ്തത്. പക്ഷേ ഈ ആൾ കൂടുതൽ അധ്വാനം എക്സസൈസ് ആയിട്ട് ഇത് ചിന്തിക്കുകയാണ്. അപ്പോൾ എക്സസൈസ് ആയിട്ട് ചിന്തിച്ച ആൾക്ക് ബോഡിക്ക് ഡെവലപ്മെൻ്റ് ഉണ്ടായി, ആരോഗ്യം വർദ്ധിച്ചു, നല്ല ശരീര പ്രകൃതി ലഭിച്ചു. മറ്റേ ആൾ ക്ഷീണിതനായി. ഇതാണ് അഫർമേഷൻ്റെ വ്യത്യാസം. നമ്മൾ എന്താണ് ആ ഒരു കാര്യത്തിൽ കൊടുത്തത്, നമുക്ക് ത്രില്ല് കിട്ടുകയാണോ, ഏതാണ് കാര്യമെന്ന് ശരിക്കും ബ്രെയിനിന് അറിയത്തില്ല. അപ്പോൾ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞത് എന്താണ്, ആവർത്തിച്ച് പറഞ്ഞാണ് സംഭവിച്ചത്. എന്താണ് ഇതിൻ്റെ പിന്നിലെ കാര്യം എന്ന് ഒന്നുകൂടി പറയുന്നത്. നമ്മളൊരു സിനിമ കാണുന്നത് കരുതുക. ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം അത് അഭിനയമാണ്, ഇത് കഥയാണ്. ഇത് പറയുന്ന എല്ലാ ആളുകൾക്കും വേറെ വേറെ കുടുംബമുണ്ട്, വേറെ വേറെ വീടുകളിൽ വന്ന ആളുകളാണ്, അവരൊക്കെ തമ്മിൽ അറിയാം. ഈ കഥ ആദ്യമേ അവർ ക്ലൈമാക്സ് വരെ പഠിച്ചു വെച്ചതാണ്. എല്ലാം നമ്മൾ കണ്ടു, അതൊക്കെ നമുക്ക് ബോധമുണ്ട്, എല്ലാവരും പറഞ്ഞ് നമുക്ക് തന്നിട്ടുണ്ട് ഇതൊക്കെ അഭിനയമാണെന്ന്. പക്ഷേ ഒരു പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രോഗ്രാമിൻ്റെ കഥ ഇപ്പോൾ സ്വന്തം അച്ഛന് അയാളുടെ മകനെ അറിയില്ല എന്നുള്ളൊരു കഥയുടെ ത്രെഡിലാണ് പോകുന്നത് കരുതുക. അപ്പോൾ പലപ്പോഴും ഈ മകൻ അടുത്തേക്ക് വരുന്ന രംഗം വരുമ്പോൾ അറിയാനുള്ള സാഹചര്യം എത്തുമ്പോൾ പെട്ടെന്ന് അത് കടന്നു പോകുന്നു, അച്ഛൻ അറിയാതെ വീണ്ടും പോകുന്നു. ഇത് നമുക്ക് കഥ തുടങ്ങുമ്പോൾ അറിയാം ഇത് കഥയാണ്. പകുതിയിൽ എത്തിക്കഴിയുമ്പോൾ ചില അപ്രതീക്ഷിത സിനിമകൾ വരും, പെട്ടെന്ന് നമ്മളും കൂടെ ഞെട്ടും. അയ്യോ പെട്ടെന്ന് അത് പിടിക്കപ്പെടുമോ, കാണുമോ, കണ്ടെത്തുമോ തുടങ്ങിയ ചിന്തകൾ നമ്മൾ ക്ലൈമാക്സ് എത്തുന്ന മുമ്പ് ടെൻഷൻ അടിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു 20 മിനിറ്റ് ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലോജിക്കില്ല, നമ്മുടെ ലോജിക്ക് പോകും. അത് ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്തതാണെങ്കിലും, അതായത് ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്തതാണ് ഒരു സിനിമ. അപ്പോൾ ആ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ 20 മിനിറ്റ് കഴിയുമ്പോൾ പിന്നെ നമ്മൾ സിനിമയിലായി. കഥാപാത്രത്തിന് ഇടി കിട്ടുമ്പോൾ നമുക്കും ഇടി കിട്ടുന്ന നേരത്തെ വേദനിക്കുന്ന കഥാപാത്രം കരയുമ്പോൾ നമുക്കും വിഷമത വരുന്നു. വിഷമം വരുന്ന രംഗങ്ങൾ കാണാൻ പറ്റാതെ വരിക, മരണം കാണാൻ പറ്റാതെ വരിക, കൂട്ടുകാർക്ക് അപകടം സംഭവിക്കുന്ന കാര്യങ്ങൾ, ആക്സിഡൻറ്റോ കാണാൻ പറ്റാതെ വരിക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇതിന് കാരണം ഇത് അവരെയാണെന്നറിയാം, പക്ഷേ സഹിക്കാൻ പറ്റുന്നില്ല. എന്താണെന്ന് ചോദിച്ചാൽ നമ്മളതുമായിട്ട് ലയിച്ചു പോയി. ഈ ലയിച്ചു പോയ അവസ്ഥ എന്തുകൊണ്ട്, നമുക്ക് ബോധമുണ്ട് ഇത് സിനിമ ആണ്, പക്ഷെ നമ്മുടെ ബ്രെയിനിന് പത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യം ഒന്ന് അപഗ്രഥിക്കാനുള്ള ബോധമില്ല. നമുക്ക് ബോധം മനസ്സുണ്ടെങ്കിലും ഇത് ക്ലിയറായിട്ട് നമുക്ക് രണ്ട് രീതിയിലാണ് ഇത് കെട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന്, ഇത് പടമാണെന്നുള്ള ബോധം. രണ്ടാമത്, ഈ കഥ ഒറിജിനലാണെന്നൊരു ബോധം വേറൊരിടത്ത് റെക്കോർഡായിക്കൊണ്ടിരിക്കുക. ഇതേ റെക്കോർഡിങ് തന്നെയാണ് നമ്മൾ അഫർമേഷനായിട്ട് പറയുന്നത്. നമുക്ക് ആരോഗ്യം വർദ്ധിക്കുന്നതായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആരോഗ്യം വർദ്ധിക്കും. നമുക്ക് നാശമാണ് വരുന്നത് നമ്മൾ ചിന്തിക്കുമ്പോൾ നാശം വരുന്നു. ചുറ്റും അതിന് തുല്യമായ കാര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ലോജിക്ക് ഇല്ലാത്തൊരു കാര്യം. നമ്മൾ ദുഃഖിച്ചിരിക്കുമ്പോൾ ദുഃഖഗാനം കേൾക്കുന്ന മാതിരി എന്തെങ്കിലും പ്രോഗ്രാം റേഡിയോയിലോ ടി വിയിലോ വരുന്ന, നമ്മൾ ദുഃഖിക്കുമ്പോഴോ വഴക്കുണ്ടാക്കുമ്പോഴോ ആ ഒരു സമയത്ത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നടക്കുമ്പോൾ ഒരു ഹോട്ടലിൽ ചായ കുടിക്കാൻ കയറുകയാണെങ്കിൽ ആ സമയത്ത് നമ്മളവിടെ പ്ലേ ആവുന്നത് ദുഃഖഗാനമായിരിക്കും. ആ ഫീലിന് പറ്റിയ പാട്ട് അവിടെ വീഴും. അപ്പോൾ നമുക്ക് ദേഷ്യം വരും. പിന്നെ നമ്മൾ കാണുന്നത് നോക്കുന്നതല്ല, നമ്മളെ വേദനിപ്പിക്കായ രംഗമായിരിക്കും എവിടെയും കാണുന്നത്. ഇത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകൃതിയും കൂടെ അനുയോജ്യമായിട്ട് മാറുക. ഇത് ചിന്തിക്കുമ്പോൾ ഇത് യുക്തിപരമല്ല, പക്ഷെ എല്ലാവരുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്, എല്ലാവരും ഇത് അനുഭവിച്ചിട്ടുമുണ്ട്. ഇനി യുക്തി പറയുന്ന ഒരാളും ഇതേ അനുഭവത്തിലൂടെ കടന്നു പോയതാണ്. സ്വപ്നം കണ്ട സ്ഥലം നമ്മൾ യാത്ര ചെയ്യുന്നു. സ്വപ്നം കണ്ട സ്ഥലത്ത് വന്ന കാറോ വണ്ടിയോ അതേ വണ്ടി വീട്ടുമുറ്റത്തിൻ്റെ വാക്ക് വന്ന് നിൽക്കുന്നു. അങ്ങനെയുള്ള രംഗങ്ങളൊക്കെ നമ്മൾ കാണുന്നതിന് ഡേജാവു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പേരുണ്ട്. ഡേജാവു അങ്ങനെയാണെന്ന് തോന്നുന്നു പ്രൊനൗൺസ് ചെയ്യുന്നത്. അപ്പം ഡേജാവു എന്നൊക്കെ പറയാറുണ്ട് ഇംഗ്ലീഷിൽ. അപ്പം അത്തരം നമ്മൾ സ്വപ്നത്തിലൂടെ കണ്ട അനുഭവങ്ങളും ഒക്കെ. ഇവിടെ അഫർമേഷൻ എന്താണ് പ്രസക്തി? അഫർമേഷൻ ഇങ്ങനെയാണ്, ഞാൻ കൂടുതൽ വിജയിക്കുന്നു എന്നൊക്കെ ചിന്തിക്കുമ്പോൾ കൂടുതൽ വിജയം ആ വ്യക്തിയിലേക്ക് എത്തും. ആ വ്യക്തി സ്വയം ശപിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ വ്യക്തിക്ക് ശാപം ഉണ്ടാവും. ഇതും ബ്രെയിനുമായിട്ട് എന്ത് ബന്ധമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഏതൊരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോഴും അതിന് സഹായിക്കുന്ന ന്യൂറോണുകളാണ്, അതായത് നാഡീ വ്യവസ്ഥകളാണ് നമ്മുടെ ബ്രെയിനിൽ റെഡിയാകുന്നത്. നമ്മളൊരു കാര്യം നിർത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ന്യൂറോണുകൾ അവിടെ ഉണ്ടാകുന്നില്ല. നമ്മളൊരു കാര്യം ആവർത്തിച്ച് ചെയ്യുമ്പോൾ ആ ഒരു കാര്യത്തിലുള്ള ന്യൂറോൺ അവിടെ വർദ്ധിക്കുകയാണ്. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ആവർത്തിച്ച് ഏത് കാര്യം പറയുന്നു, സന്തോഷിക്കുന്ന കാര്യത്തെപ്പറ്റി കൂടുതൽ സംസാരിക്കുമ്പോൾ ആ വ്യക്തിയിൽ സന്തോഷിക്കപ്പെടുന്ന ഹോർമോണും ഉണ്ടാവും, ബ്രെയിനിൽ ന്യൂറോണും ഉണ്ടാവും. ആ വ്യക്തി സന്തോഷത്തിലായിരിക്കും. ദുഃഖമാണ് കൂടുതലെങ്കിൽ ആ വ്യക്തിയിലേക്ക് കൂടുതൽ ദുഃഖത്തിൻ്റെ ന്യൂറോണുകൾ അവിടെ ഉണ്ടാവും. ഇതിന് എന്ത് ഫലം വെച്ചാൽ ഓപ്പോസിറ്റുള്ള കാര്യം ചെയ്യുക. അപ്പോൾ ഓപ്പോസിറ്റുള്ള കാര്യത്തിലൂടെ
ഓപ്പോസിറ്റായ ന്യൂറോൺ ഉണ്ടാകും. ഇപ്പോൾ ഒരാൾ ഡ്രൈവിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ആ വ്യക്തിയിൽ ഡ്രൈവിംഗ് പഠിക്കാനുള്ള ന്യൂറോണുകൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇടക്കാലം വെച്ച് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ അത് സ്റ്റക്കായി. പിന്നെ എപ്പോഴാണ് വാഹനം എടുക്കുന്നത് ആ സമയത്തെ ആ വ്യക്തിക്ക് ആ ന്യൂറോൺ വർക്ക് ചെയ്യുന്നുള്ളൂ, ഭാഷകൾ പഠിക്കുമ്പോഴും എല്ലാത്തിനും. അപ്പോൾ അഫർമേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയെ കൺട്രോൾ ചെയ്യുന്ന ബ്രെയിനിലെ ന്യൂറോണുകൾക്ക് പ്രവർത്തന വേഗത കൂട്ടാനായിട്ടുള്ള സൂത്രമാണ്. ഇപ്പം ഐ ആം വെരി ഹാപ്പി എന്നൊരു 21 തവണ ഒരാൾ ഉറങ്ങുന്നതിന് മുമ്പായി പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി ഹാപ്പി ആകുന്നതാണ്. അതാണ് ഒന്നാമത്തെ അഫർമേഷൻ. ഐ ആം ബെസ്റ്റ് ഇൻ ദ വേൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോജിക്കുള്ള കാര്യമല്ല, പക്ഷേ ലോജിക്ക് ഇല്ലാത്ത കാര്യം കേൾക്കാനാണ് ബ്രെയിനിന് ഇഷ്ടം. അതുകൊണ്ടാണ് നമ്മൾ സിനിമയിലും കഥകളിലൊക്കെ കൂടുതൽ ദുഃഖകരമായ രംഗം കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ബ്രെയിനിന് ദുഃഖം മതി, അത് പോയി തേടിയെടുക്കും. അതുകൊണ്ടാണ് നമ്മൾ സിനിമകൾ വെച്ച് കാണുന്നത്. അപ്പോൾ ഓപ്പോസിറ്റുള്ള മൈൻഡിലോട്ട് പോകാനായിട്ട് ഐ ആം ബെസ്റ്റ് ഇൻ ദ വേൾഡ് അല്ലെങ്കിൽ ഐ ആം വെരി ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ അതൊരു അഫർമേഷനാണ്. ബെസ്റ്റ് ആവുന്നില്ലെങ്കിലും ആ വ്യക്തി മാനസികമായി ബെസ്റ്റ് ആകുന്നു. കുറേ കഴിയുമ്പോൾ ബെസ്റ്റായ പ്രവർത്തികൾ ചെയ്തു തുടങ്ങിക്കോളും പതിയെ. ഐ ആം വെരി കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തി വളരെ കൂളാകുന്നു. ഐ ആം ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാവുന്നു. ഐ ആം വെരി ഹാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയാകുന്നു. അങ്ങനെ എന്താ കാര്യമാണ് വേണ്ടത് അതാണ് കൂടുതലായിട്ട് നമ്മൾ ആ ഒരു ഇംഗ്ലീഷോ മലയാളത്തിലോ അഫർമേഷൻ പറയാം. അഫർമേഷൻ പറയുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ നടക്കുന്ന സംഭവമാണ് ആയിട്ട് പറയേണ്ടത്. ഞാൻ ഭാവിയിൽ പാട്ടുകാരനാകും എന്ന് പറയുകയാണെങ്കിൽ ഭാവിയിലേക്ക് പോകുന്ന ഒരു നീളത്തിലേക്ക് ഒരു കാര്യം ആണ് ന്യൂറോൺ അവിടെ റെഡിയാകുന്നത്. പകരം നമ്മൾ ഞാനൊരു മികച്ച പാട്ടുകാരനാണ് എന്ന രീതിയിൽ ചിന്തിക്കുകയും എന്ന രീതിയിൽ പറയുകയും, ആരും കേൾക്കെ ഉറക്കെ വിളിച്ച് പറയാനല്ല, മനസ്സിൽ പറയുകയോ ചെറിയ തോതിലോട്ട് പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തി മികച്ച ഒരു ഗായകനായി തീരാനുള്ള സാഹചര്യങ്ങളെല്ലാം ആ വ്യക്തിയുടെ അടുത്തേക്ക് എത്തും. ഇനി ഇതൊക്കെ പറഞ്ഞാലും ചില സമയം ഫലം കിട്ടാത്ത അനുഭവങ്ങൾ വരും. അത് ശരിക്കും വിധിയുമായി ബന്ധപ്പെട്ടതാണ്. ഓപ്പോസിറ്റ് കാര്യങ്ങൾ നടക്കുന്നുണ്ട് എങ്കിൽ, മികച്ച പാട്ടുകാരനാണെന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് കാര്യങ്ങൾ നടക്കുകയാണ്, പാട്ടുകാരനാകാൻ പറ്റാത്ത അവസ്ഥകളും പ്രശ്നങ്ങളും സംജാതമാകുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം, മനസ്സിൽ എവിടെയോ പാട്ടുകാരനാകാൻ പറ്റില്ല എന്നുള്ള കാര്യവും മനസ്സിൽ തറഞ്ഞു കിടപ്പുണ്ട്. ആത്മവിശ്വാസത്തിൻ്റെ കുറവ് സംഭവിക്കുന്നതുകൊണ്ടാണ് ഓപ്പോസിറ്റ് റിയാക്ഷൻ വരുന്നത് മനസ്സിലാക്കുക. എവിടെയോ ഇത് പറയുമ്പോഴും ഓർമ്മയുണ്ട് മികച്ച പാട്ടുകാരനല്ല എന്ന്, അല്ലെങ്കിൽ മികച്ച ഏത് തൊഴിലാണോ ആ ഒരു കാര്യത്തിൽ അല്ല എന്നുള്ള ബോധം കൃത്യമായി കിടക്കുന്നതുകൊണ്ടാണ് ആ ഒരു ബോധം ഇത് പറഞ്ഞ് മാറുന്ന സമയത്തെ വിജയത്തിലെത്തുന്നു. അതുവരെ ഒരു മനസ്സിലൊരു വടംവലി നടക്കും. അപ്പോൾ എന്താണ് അഫർമേഷൻ എന്നും എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞിരിക്കുകയാണ്. വേണമെങ്കിൽ ഒരു കാര്യം കൂടി പറയാം. ഹാപ്പി എന്ന് പറയുമ്പോൾ സന്തോഷിക്കേണ്ട ഹോർമോൺ വരുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിന് തെളിവാണ് പുളിയെക്കുറിച്ച് ഓർക്കുമ്പോൾ, നാരങ്ങയെക്കുറിച്ച് ഓർക്കുമ്പോൾ വായിൽ വെള്ളം വരുന്നത്. ഭക്ഷണവസ്തു എടുക്കണ്ട, ഭക്ഷണവസ്തുവിനെ ഓർത്താൽ ദഹിക്കാനുള്ള പ്രവർത്തനം വായിൽ നടന്നു കഴിഞ്ഞു. കാരണം ഭക്ഷണം കിട്ടുമ്പോൾ ദഹിക്കണം. വിശപ്പ് അനുഭവപ്പെടുന്നു, പലകാര്യത്തെപ്പറ്റി ഓർക്കുമ്പോൾ വിശപ്പ് അനുഭവപ്പെടുന്നു. അപ്പം കേട്ടാൽ മതി, മണത്താൽ മതി, പറഞ്ഞാൽ മതി, കണ്ടാൽ മതി, ഉടനെ ദഹനം ആരംഭിക്കുന്നുണ്ട് എങ്കിൽ ഹാപ്പിയാകാൻ പറഞ്ഞാൽ തീർച്ചയായും ഹാപ്പി ഹോർമോണുകൾ വരും. അങ്ങനെ ഒരു ഹോർമോൺ ബോഡിയിലുണ്ട്, ഹാപ്പി ആകാനുള്ള ഹോർമോൺ. ദുഃഖിക്കാനുള്ള ഹോർമോണാണ്, ദുഃഖിക്കാനുള്ള ഹോർമോൺ വെളിയിലേക്ക് വരും, അപ്പോൾ ദുഃഖിക്കും. ഇതെല്ലാം ഇഞ്ചക്ഷൻ കൂടി ലഭിക്കുന്നതാണ്. മനുഷ്യന് എന്തെങ്കിലും സിസ്റ്റം വഴി ചെയ്യാൻ നേരത്തും കിട്ടാറുള്ളതാണ്. ഓപ്പറേഷൻ ടൈമിലൊക്കെ ഇത്ര ഹോർമോണുകളുണ്ട്, ഉറക്കം വരുത്താനുള്ള ഹോർമോണുണ്ട്, അങ്ങനെ പല പല ഹോർമോണുകളുണ്ട്. അങ്ങനെയുള്ള ഐറ്റംസ്. ഇൻസുലിൻ ഒരു ഹോർമോണാണെന്ന് ഓർത്തോണം. പഞ്ചസാരയെ നിയന്ത്രിക്കുന്ന ഇൻസുലിൻ ഒരു ഹോർമോണാണ്. അപ്പം അങ്ങനെയുള്ള ഹോർമോണുകൾ ബോഡി ഉണ്ടാക്കുന്നുണ്ടല്ലോ. ഇൻസുലിൻ ബോഡി ഉണ്ടാക്കുന്നുണ്ട്, അതിന് ഡാമേജ് വരുമ്പോൾ ഇൻസുലിൻ എടുക്കുന്നു. അതുപോലെ തന്നെയാണ് ഹാപ്പി ഹോർമോണുകൾ. ഏതൊരു കാര്യം നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ഹോർമോൺ ആണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സ്നേഹിക്കാനും എല്ലാം, മണക്കാനും രുചി അറിയണം, ദഹിപ്പിക്കാനും എല്ലാം ഹോർമോണിൻ്റെ കളിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അഫർമേഷൻസ് ക്ലിയർ ആയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ചാനലിലേക്ക് ആദ്യമായിട്ട് വന്ന ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടൺ എനേബിൾ ചെയ്യുക. ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സൈക്കോട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. താങ്ക് യു.